ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സ്ക്രീനിൽ കാണുന്ന വ്യക്തിയെ നിങ്ങൾക്ക് പലർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഷാജി. ഇവരുടെ വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മുടെ ചാനലിൽ ഇവരെ പറ്റി ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ്. ഒരു നിലവാരവും ഇല്ലാത്ത ഒരു ഫാമിലി വ്ളോഗർ ആയിട്ടാണ്, ഫാമിലി എന്ന് പോലും പറയാൻ പറ്റത്തില്ല, അത്തരത്തിലുള്ള കണ്ടന്റ് ആണ് ഇവർ ഇടുന്നത്. കുറച്ച് ദിവസം മുമ്പ് സ്വന്തം ഉമ്മ ഇന്നർ കാണിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ വരെ സോഷ്യൽ മീഡിയയിൽ എടുത്ത് ഇടുകയുണ്ടായി. അപ്പം തന്നെ ഇവരുടെ നിലവാരം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താണെങ്കിലും ആ കാര്യങ്ങളൊന്നും സംസാരിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. ഇവർ കുറച്ച് നാളുകളായിട്ട് ഒരു വൈറ്റനിങ് ക്രീം പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് കണ്ടു. വൈറ്റനിങ് ക്രീം തേച്ച് പണി കിട്ടി കിഡ്നി അടിച്ചു പോയ പലരും നമ്മുടെ നാട്ടിലുണ്ട്. കുറെ നാളുകൾക്ക് മുമ്പ് നല്ല വാർത്തയായതുമാണ്. അതിലൊട്ടൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന വൈറ്റനിങ് ക്രീമിനെ പറ്റി ഇവർ തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനത് കേൾപ്പിക്കാം. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണ മോക്സി വൈറ്റനിങ് നൈറ്റ് ക്രീം ആണ്. ഇത് 7 ഡേയ്സിൽ നിങ്ങൾക്ക് റിസൾട്ട് നന്നായി കിട്ടും. ഞാനിത് 3 ബോട്ടിൽ ഉപയോഗിച്ചു. 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഗൈസ്. വെറും 7 ദിവസം കൊണ്ട് വെളുത്ത് തുടുത്ത് സായിപ്പിന്റെ കൂട്ടാവും കഴിഞ്ഞു. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. കണ്ണിന്റെ ഇവിടുത്തെ കറുപ്പ്, ചുണ്ടിന്റെ കറുപ്പ്, നെറ്റിയിലെ കറുപ്പ് എല്ലാം പോയിട്ടുണ്ട്. നല്ല റിസൾട്ട് 7 ഡേയ്സിലാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പൊ വെളുത്തിട്ട് വാറണ്ട് ഒരു ചിത്താന്റെ ക്രീം വാങ്ങി തേച്ചാൽ മതി. എനിക്ക് തോന്നുന്നു ക്രീം ആയിരിക്കത്തില്ല, മെർക്കുറി ഡയറക്റ്റ് അതിനകത്ത് ഒഴിച്ച് തരുവാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ 7 ദിവസം കൊണ്ടൊക്കെ വെളുത്ത് കൊടുക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഇവർ ഏതോ ഒരു ക്രീം പ്രൊമോട്ട് ചെയ്യുന്നു, അത് നിനക്കെന്താ എന്ന് ചോദിക്കുന്നവരടുത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിനെ പറ്റിയുള്ള ബേസിക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതെന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുമോ ഇല്ലയോ എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണം. അതിന് സർട്ടിഫിക്കേഷൻ ഉണ്ടെന്നോ എന്തെങ്കിലും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഇവരുടെ സംസാരം കേട്ട് എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് അതിനുള്ള വിവരം ഉണ്ടെന്ന്. മേ ബി പഠിച്ചിട്ടുണ്ടാവും, പഠിച്ചിട്ടില്ലായിരിക്കാം. പക്ഷെ ഇവര് ആ ക്രീം പ്രൊമോട്ട് ചെയ്യുന്ന രീതി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവർക്കൊരു കിണയും അറിയില്ലെന്ന്. ഒരു വീഡിയോ കൂടെ ഞാൻ കാണിക്കാം. മോക്സി നൈറ്റ് വൈറ്റനിങ് ക്രീം. അപ്പൊ വേണ്ട ആൾക്കാർ വേഗം ഓർഡർ ചെയ്യാം. നമുക്ക് ചന്തം കൊണ്ട് ചിന്തിട്ട് പാറണ്ടേ. അപ്പൊ ഞാനൊന്ന് ചന്തം കൊണ്ട് ചിന്ത, മിക്കവാറും ഇത് ചന്തം കൊണ്ട് ചിന്ത ലാഭത്തിരിക്കത്തില്ല. മിക്കവാറും പറയുന്നില്ല ആ വാക്കിവിടെ. ഇത് തേച്ച് കാണിച്ചാരാട്ടാ നിങ്ങൾക്ക്. ജിയാസൊക്കെ ഉറങ്ങി മോനെ. ഓനക്ക് പനിയാണ് മോനെ. ഓനക്ക് വയ്യ, പനിയാണ് ഓനക്ക്. ഓന് മരുന്ന് തേച്ചിട്ട് കിടന്ന്. ഇങ്ങനെ തേച്ചാ കിഡ്നി അടിച്ചു പോകുന്നതാണോ? കിഡ്നി അടിച്ചു പോട്ടെ മോനെ. അല്ലെങ്കിൽ അടിച്ചു പോകാൻ ഇനി ഒന്നുമില്ല. കിഡ്നിയും കൂടി അടിച്ചു പോകാനുള്ളൂ. അതും കൂടി അടിച്ചു പോട്ടെ. പിന്നല്ല ഇല്ലേ, ആകെ അടിച്ചു പോട്ടെ. അടിച്ചു പോകാനുള്ളതാണ്. നമ്മൾ മണ്ണിന്റെ അടിയിൽ പോകേണ്ട ആൾക്കാരാണ്. എപ്പോ വേണമെങ്കിലും ഏത് വേണമെങ്കിലും അടിച്ചു പോകും. അടിച്ച് പൂസായി പോട്ടെ. മരിക്കാൻ ഒരു പേടിയില്ല. അതുകൊണ്ട് ധൈര്യത്തിൽ ഇട്ടോളി. മരിക്കാൻ പേടിയില്ലാത്തവരൊക്കെ ധൈര്യത്തിൽ ഇട്ടോളി. അപ്പൊ മരിക്കാൻ പേടിയില്ലാത്തവരൊക്കെ ധൈര്യത്തിൽ ഇട്ടോളി. അല്ല, ഒന്നാം തരം പ്രൊമോഷൻ. അപ്പൊ ധൈര്യമുള്ളവർ മാത്രമേ ഇത് യൂസ് ചെയ്യാവുള്ളൂ. മരിക്കൊന്നുമില്ല, ഇഞ്ചിഞ്ചായിട്ട് മരിക്കത്തുള്ളൂ. ആദ്യം കിഡ്നി അടിച്ചു പോകും, പിന്നെ പലതും അടിച്ചു പോകും. ആ രീതിയിലേ മരിക്കത്തുള്ളൂ. ഇതിനകത്ത് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇവർക്ക് യാതൊരു അറിവും ഈ ക്രീമിനെ പറ്റി ഇല്ല. ഇത് എന്താണ് മുഖത്ത് വാരി തേക്കുന്നതെന്ന് പോലുള്ള ബേസിക് നോളജ് ഇവർക്കില്ല. അതിനകത്ത് എന്തൊക്കെ കോണ്ടന്റ് ആണ് അടങ്ങിയെന്ന് പോലും അറിയില്ല. വെറുതെ തേച്ചേക്കാണ്. കിഡ്നി അടിച്ചു പോകുന്ന പറയുന്ന സമയത്ത് മരിക്കാൻ പേടിയില്ലാത്തവരെല്ലാരും വാരി തേച്ചോന്നാണ് ഇത്തത്ത പറയുന്നത്. എന്ത് വിവരമുണ്ട് ഇവർക്ക്? ഇവിടം കൊണ്ടൊന്നും ഇത്തത്ത നിർത്തിയില്ല. ഇത്തത്ത അടുത്തൊരു തലത്തിലോട്ട് പോയിരിക്കുകയാണ് ഗൈസ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തത്ത സ്വന്തം പേരിൽ ക്രീം ഇറക്കിയിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്ക്. എന്റെ ഒരു അഭിപ്രായം ചോദിക്കുകയാണ് നിങ്ങളടുത്ത്. നമ്മുടെ മോക്സ് വെളുത്തിട്ട് പാറുന്ന ചേച്ചി ആണ്ട ഫിൽറ്റർ ഇട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. വെളുത്തിട്ട് പാറിയിരിക്കുകയാണ് ഇത്തത്ത. ഈ വൈറ്റനിങ് നൈറ്റ് ക്രീം നമ്മള് എന്റെ പേരില് ബ്രാൻഡായിട്ട് ഇറക്കാൻ സൂപ്പർ. സ്വന്തം പേരിൽ ക്രീം ഇറക്കാൻ പോവാണ്. കൈയടിക്കുന്ന പിള്ളേരെ അങ്ങോട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതില് നിങ്ങളുടെ ഒരു അഭിപ്രായം, ജസ്റ്റ് നിങ്ങളുടെ ഒരു അഭിപ്രായം മാത്രം കേട്ടാ. എന്റെ അഭിപ്രായം നാശത്തിലേക്കാണ് നീ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കതേ പറയാനുള്ളൂ. എങ്ങനെയാണ്, എന്താണ് ഷാജീസ് വൈറ്റനിങ് ക്രീം? അല്ലെ, നല്ല മനോഹരമായ പേര്, ഷാജീസ് വൈറ്റനിങ് ക്രീം. അടിപൊളി. ഷാജീസ് ബ്യൂട്ടി ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറക്കാന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെ കാണിച്ച ക്രീമിന്റെ പേര് മാറ്റി, എന്ന് വെച്ചാൽ സ്റ്റിക്കർ മാറ്റി അവിടെ ഇത്തത്താടെ മുഖവും പേരും ഉള്ള ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് ക്രീം ഇറക്കുക. ഈ ഒരു ക്രീമിന്റെ നിലവാരം എത്രമാത്രം ഉണ്ട്, ഏത് പട്ടിക്ക് വേണമെങ്കിലും ഇറക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായേ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇതിനെപ്പറ്റി യാതൊരു അറിവുമില്ല. ഈ ക്രീം വിൽക്കുന്നവന്മാർ ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇവരുടെ പേരിൽ ഇവരെ ഒരു ഫേസ് ആക്കിക്കൊണ്ട് അത് സെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ ക്രീമിനൊക്കെ നല്ല വില വരും. 999 രൂപ കണ്ടാണ് ഈ ഒരു ചെറിയൊരു ബോട്ടിലിന്റെ വിലയൊക്കെ തന്നെ വരുന്നത്. അങ്ങനെ പുള്ളിക്കാരത്തി ക്രീം ഇറക്കി. അതിന്റെയും കൂടെ വീഡിയോ നിങ്ങളൊന്ന് കാണാം. എന്നിട്ട് നമുക്ക് വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മുടെ 2 ക്രീം ഒരേ ഇതാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് മോക്സി വൈറ്റനിങ് നൈറ്റ് ക്രീം ആണ്. അതേ സാധനം തന്നെയാണ് ഷാജീസ് ബ്യൂട്ടി ക്രീം എന്ന് പറഞ്ഞിട്ട്. ലേബൽ ഒന്ന് മാറ്റിയതേ ഉള്ളൂ. ഷാജീസ് ബ്യൂട്ടി ക്രീം. ആദ്യത്തെ മോക്സി നൈറ്റ് വൈറ്റനിങ് ക്രീം, ഇപ്പൊ ഷാജീസ്. വലിയ വ്യത്യാസമൊന്നുമില്ല. സെയിം സാധനം, സെയിം ബോട്ടിൽ സ്റ്റിക്കർ ഒന്ന് ഇളക്കി മാറ്റി ഒട്ടിച്ചു. നല്ല നിലവാരമുള്ള സാധനം കേട്ടോ. എന്റെ യൂട്യൂബ് ചാനലിന്റെ ബ്രാൻഡിൽ ഇറക്കിയതാണ്. സെയിം ആണ് കേട്ടോ, മാറ്റമൊന്നുമില്ല. സെയിം ആണ്. ഇതാണ്
ആണ് നമ്മൾ ഫസ്റ്റ്. ഒരു മാറ്റമില്ല, സെയിം കുപ്പി സെയിം ക്രീം ഇവരെ കൊടുക്കാനുള്ള വകുപ്പാണ്. ഇനി ആരുടെ പേരിലാണ് ഈ ക്രീമിന്റെ ലൈസൻസ്? നിങ്ങൾ എവിടെയാണ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? അതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടോ നിങ്ങൾക്ക്? യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോ ഇതിന്റെ റേറ്റ് വരുന്നത് 999 രൂപ. ഷിപ്പിംഗ് വെറും 999 രൂപ മാത്രമാണ് ഗൈസ് ക്രീമിന്റെ വില. ആഹാ, ചാർജ് മിനിമം വരുന്നത് 70 രൂപ. പിന്നെ കർണാടക ഇങ്ങനെ. ഇതായിരുന്നു ചേച്ചിയുടെ ആദ്യത്തെ ക്രീം മോക്സി. ഇപ്പൊ രണ്ടും കൂടെ ഒരുമിച്ചാണ് വിറ്റോണ്ടിരിക്കുന്നത്. ഇവരുടെ പേരിലും ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് പ്രത്യേകിച്ച് ഇതിനെപ്പറ്റി ധാരണയില്ല. ഇവരെ നൈസായിട്ട് ഇവന്മാര് ഈ ക്രീം ഉണ്ടാക്കുന്നവന്മാര് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവരുടെ നിലവണ്ടക്കിരിക്കും. അതാ ഞാൻ നേരത്തെ പറഞ്ഞ നാശത്തിലേക്കാണ് താൻ പൊക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒരു സംശയമില്ല. ഞാൻ ഈ ഒരു ക്രീമിന്റെ ബോട്ടിലിനകത്ത് ഒട്ടിച്ചേക്കുന്ന ലേബൽ നോക്കി, അതിനകത്ത് പ്രത്യേകിച്ച് കോണ്ടന്റിനെ പറ്റി ഒന്നും ഒരു മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് ഇവർക്ക് പോലും അറിയില്ല. ഇനി ഒരു കൊല്ലം മുമ്പ് വന്ന ഒരു ന്യൂസ് ഞാൻ കാണിക്കാം. ഈ വൈറ്റിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് കുറെ കിഡ്നി അടിച്ചു പോയെന്നും പറഞ്ഞിട്ട് ഒരു ന്യൂസ് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ന്യൂസ് അവിടെ നിന്ന് വെക്കാം, നിങ്ങളൊന്ന് കേക്ക്. ഗുരുതരമായ വൃക്കരോഗത്തിന് കാരണമാകുന്ന ഫേഷ്യൽ ക്രീമുകൾ കേരളത്തിൽ വ്യാപകമാകുന്നു. മെർക്കുറി, ലെഡ് അടക്കമുള്ള ലോഹമൂലകങ്ങൾ അടങ്ങിയ ക്രീമുകളാണ് ദോഷമറിയാതെ പലരും വാങ്ങി പുരട്ടുന്നത്. പല പേരുകളിൽ ഓൺലൈൻ സൈറ്റുകളിലും ഫാൻസി കടകളിലും ഒക്കെ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും തുടരുകയാണ്. മലപ്പുറം ആസ്ട്രോമ്യൂംസിലെ ഡോക്ടർമാർ വൃക്കരോഗികളിൽ നടത്തിയ പരിശോധനയിലാണ് അപൂർവ രോഗം പടരുന്നത് കണ്ടെത്തിയത്. വെളുത്തിട്ട് പാറാമെന്ന മോഹവുമായി കിട്ടുന്ന ക്രീമെല്ലാം പുരട്ടുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം. മുഖം കറുക്കും, വൃക്ക പോകും. കോട്ടയ്ക്കൽ ആസ്ട്രോമ്യൂംസ് ആശുപത്രിയിലെത്തിയ വൃക്കരോഗികളിലാണ് ഡോക്ടർമാർ ഒരേ ലക്ഷണങ്ങൾ കണ്ടത്. മൂത്രത്തിൽ ചെറിയ തോതിൽ പതയും ശരീരത്തിൽ നീരുമായിരുന്നു ലക്ഷണങ്ങൾ. പരിശോധന നടത്തിയ ഡോക്ടർമാർക്ക് കിട്ടിയത് ഞെട്ടിക്കുന്ന കണക്കുകൾ. മെർക്കുറി, ഈയം, കാഡ്മിയം, ആഴ്സനിക് തുടങ്ങിയ മൂലകങ്ങളുടെ അളവ് അനുവദനീയമായതിലും 100-ലധികം മടങ്ങാണ് രോഗികളിൽ കണ്ടത്. ഒരു പേഷ്യന്റ് വന്നപ്പോൾ നമ്മൾ ഇങ്ങനെ അയാൾ ചോദിച്ചപ്പോൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഫേസ് ക്രീം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. കല്യാണത്തിന് വേണ്ടിയിട്ട് വെളുക്കാൻ വേണ്ടി ഒരു ഫേസ് ക്രീം മാത്രമേ ഉപയോഗിച്ചുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഫേസ് ക്രീം കൊണ്ടുവരാൻ പറഞ്ഞു. മുമ്പ് ബയോപ്സി ചെയ്ത ആൾക്കാർ, മുമ്പ് ഇതേ അസുഖമുള്ള ആൾക്കാർ അന്ന് ഫോളോ അപ്പിന് വേണ്ടി ഒപ്പി വരിക. അവർ ഇത് സ്പോട്ട് ചെയ്തു, ഈ ക്രീം സ്പോട്ട് ചെയ്ത് അവരും അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഇത് കത്തുന്നത് നമുക്ക്. എല്ലാവരും ഉപയോഗിച്ചത് ഒരേ തരത്തിലുള്ള വിവിധ പേരുകളിൽ പുറത്തിറങ്ങിയ ഫേഷ്യൽ ക്രീമുകളാണ്. തുടക്കത്തിൽ മുഖം വെളുത്തു ഒരേ തരത്തിലുള്ള വിവിധ പേരുകളിൽ പുറത്തിറങ്ങിയ ഫേഷ്യൽ ക്രീം എന്ന് വെച്ചാൽ ഒരിടത്ത് നമ്മളിത് ബാൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബ്രാൻഡിൽ ഇറങ്ങുന്നത് ബാൻ ചെയ്യുമ്പോൾ അടുത്ത പേരിൽ അവർ ഇറക്കുകയാണ്. ഇപ്പൊ ഈ ഷാജിയുടെ പേരിൽ അവർ ഇറക്കുന്നുണ്ടില്ലേ? ഇവർക്ക് ഈ പേര് മാറ്റി ഇറക്കാൻ വലിയ പാടൊന്നുമില്ല. ഇപ്പൊ വീട്ടിലെ പട്ടിയുടെ പേര് ക്രീം ഇറക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരെ ഇറക്കി തരും. പൈസ കൊടുത്താൽ മാത്രം മതി. മാർക്കറ്റ് ചെയ്യാൻ ഏതെങ്കിലും ഒരു കോണത്തെ ഇൻഫ്ലുവൻസറും വേണം. ഫേസ് ക്രീം യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇതിൽ റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നുണ്ട്, പെട്ടെന്ന് ഫെയർ ആവുന്നുണ്ട് അവർ. പക്ഷേ പിന്നീട് അവർക്ക് നിർത്താൻ പറ്റുന്നില്ല. നിർത്തി കഴിഞ്ഞാൽ കൂടുതൽ ഡാർക്ക് ആയിട്ട് അവർ വരിക. പിന്നെ മുഖത്ത് നിറയെ കുരുക്കൾ വരുന്നു, പിന്നെ സ്കിന്നിൽ തന്നെ ഇഞ്ചുറി ഒക്കെ വരുന്നുണ്ട് ഇത് നിർത്തുമ്പോൾ. അപ്പോൾ അവരത് കണ്ടിന്യൂസ് ഒരു അടിമപ്പെടുന്ന പോലെ അത് യൂസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോഴേക്കും അത് കിഡ്നിയും ബാക്കി അവയവങ്ങളെയും ബാധിക്കുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തുന്നത്. മറ്റാശുപത്രികളിലും ഇത്തരം രോഗികൾ എത്തുന്നുണ്ടെന്നും ഡോക്ടർമാരുടെ അന്വേഷണത്തിൽ വ്യക്തമായി. ചൈന, പാകിസ്ഥാൻ, തുർക്കി രാജ്യങ്ങളുടെ ലേബലിലാണ് ഉൽപ്പന്നങ്ങൾ ഫാൻസി കടകളിലും ഓൺലൈൻ സൈറ്റുകളിലും വിൽപ്പന നടത്തുന്നത്. ആരോഗ്യവകുപ്പിനെ വിഷയം അറിയിച്ചിട്ടുണ്ടെന്നും വലിയ ജാഗ്രത വേണമെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു. ഇവരുടെ ഈ പറയുന്ന ഫേഷ്യൽ ക്രീമിന് പ്രത്യേകിച്ച് സർട്ടിഫിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിലോ, അല്ലെങ്കിൽ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന മെർക്കുറി, ലെഡ്, കാഡ്മിയം പോലുള്ള സാധനങ്ങളുടെ അളവ് കൂടുതലാണെങ്കിലും ഇവർക്ക് പണി കിട്ടും. ഇവര് ഇതിനെപ്പറ്റി ഒന്നും ഇവരുടെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. കാര്യം ഇവർക്ക് അതിനെപ്പറ്റിയുള്ള യാതൊരു അറിവുമില്ല. ഇനി എങ്ങനെയാണ് ഈ സാധനം, ഈ ക്രീം തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി അടിച്ചു പോകുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡോക്ടറൊന്നുമല്ല. ഞാൻ പല ഡോക്ടേഴ്സിന്റെ വീഡിയോയും ആർട്ടിക്കിൾസും ഒക്കെ വായിച്ചിട്ട് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ സ്കിന്നിന്റെ ഏറ്റവും ടോപ്പ് ലെയർ ആണ് ഈ സ്ട്രാറ്റം കോർണിയം എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലൊക്കെ ഈ ഒരു പർട്ടിക്കുലർ ലെയറിന് അത്യാവശ്യം തിക്നെസ് ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഫേസിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ ലെയറിന്റെ തിക്നെസ് വളരെ കുറവായിരിക്കും. ഈ ക്രീം നമ്മുടെ മുഖത്താണ് നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നത്. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കിന്നിന്റെ തിക്നെസ് വളരെ കുറവായതിന്റെ പേരിൽ ഇതിനകത്തുള്ള കെമിക്കലിന്റെ അബ്സോർപ്ഷൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നടക്കുകയും ഈ അബ്സോർപ്ഷൻ നടന്ന സാധനം എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ കിഡ്നിയിലോട്ടാണ് പോകുന്നത്. കിഡ്നിയുടെ പ്രോസസ് എന്താണ്? ഫിൽട്ടർ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ മെയിൻ ആയിട്ട് നടക്കുന്ന ഫിൽട്രേഷൻ പ്രോസസ് ആണ്. ഗ്ലോമറുലസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ട് ബയോളജിക്ക് അത് പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അപ്പൊ ഈ കിഡ്നിയുടെ അരിപ്പയാണ് ഇത് ബാധിക്കുന്നത്. അന്നേരം പ്രോപ്പർ ആയിട്ട് ഫിൽട്രേഷൻ നടക്കത്തില്ല. ഈ അരിപ്പ ഡാമേജ് ആവും. നമുക്ക് വേണ്ടപ്പെട്ട പ്രോട്ടീൻസ് ഒക്കെ ഈ യൂറിൻ ത്രൂ പുറത്തോട്ട് പോവുകയും ചെയ്യും. ആ ഒരു കണ്ടീഷനാണ് ഇങ്ങനെയുള്ള ഫേസ് വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. ഇതിനൊരു പേരുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പറേനിയസ് നെഫ്രോപ്പതി അല്ലെങ്കിൽ മെമ്പറേനിയസ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഇതൊക്കെ വളരെ റെയർ ആയിട്ട് കാണുന്ന രോഗങ്ങളാണ്. പക്ഷെ ഇങ്ങനെയുള്ള ക്രീംസ് യൂസ് ചെയ്യുമ്പോൾ ഇത് വളരെ സാധാരണയായിട്ട് ഇത് യൂസ് ചെയ്യുന്ന എല്ലാവരിലും കാണുന്ന ഒരു രീതി നമ്മുടെ കേരളത്തിൽ കണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഒരു ന്യൂസാണ് കുറച്ചു മുമ്പ് നിങ്ങൾ കണ്ടത്. കുറെ ആൾക്കാർക്ക് ഈ പർട്ടിക്കുലർ ക്രീംസ്, ഈ വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്ത ഒരുപാട് ആളുകൾക്ക് ഇത് കണ്ടിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് വെളുക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ വേണ്ട കെമിക്കൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെർക്കുറിയാണ്. എല്ലാ ക്രീമിനകത്തും ഈ മെർക്കുറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് വളരെ കുറഞ്ഞ അളവിൽ മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. ഈ മെർക്കുറിയുടെ അളവ് ഇവർ 100 ടൈംസ് ഒക്കെ കൂട്ടി ഇങ്ങനെയുള്ള ഒരു സർട്ടിഫിക്കേഷൻസും ഇല്ലാത്ത ക്രീംസിനകത്ത് ആഡ് ചെയ്തിട്ട് നമ്മളിലോട്ട് എത്തിക്കും. ഇത് നമ്മൾ ഡയറക്റ്റ് ഈ സാധനമാണ് നമ്മുടെ ശരീരത്തിൽ തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കെമിക്കൽസ്, പ്രത്യേകിച്ച് മെർക്കുറി, ലെഡ്, കാഡ്മിയം, ആർസനിക്, ഇങ്ങനെയുള്ള കെമിക്കൽസ് കാരണമാണ്
നമ്മുടെ കിഡ്നി ഡാമേജ് ആവും. അതുകൊണ്ട് അംഗീകാരമുള്ള ക്രീംസ് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. ഒന്നെങ്കിൽ BIS ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ അംഗീകാരം ഉണ്ടായിരിക്കണം. അപ്പൊ ഇതൊന്നും ഇല്ലാത്ത ക്രീമുകളാണ് പല ബ്രാൻഡിലും പല രാജ്യങ്ങളുടെ പേരിൽ നമ്മൾ ഇവിടെ വന്ന് ഫേക്ക് ആയിട്ട് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കിഡ്നി അടിച്ചു പോകുന്നത്. മനസ്സിലായോ? അപ്പോ ഷാജി ഇത് കാണുന്നുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ക്രീം പ്രോപ്പർ ആണ്, നിങ്ങളുടെ ക്രീമിന് എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, അതിനകത്ത് എന്തൊക്കെ കെമിക്കൽസ് ആണ് അടങ്ങിയതെന്ന് നിങ്ങൾ തന്നെ ക്ലിയർ ആയിട്ട് വന്ന് പറയുക. അല്ലെങ്കിൽ അകത്ത് കിടക്കും. നിങ്ങൾ അത് ഉറപ്പുവരുത്തുക ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ, ഈ സർട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് എന്ന്. അല്ലെങ്കിൽ പൊന്നുമോളെ പണി വാളും ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഒന്നാമത് നിങ്ങളെ പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങളുടെ പേരിലും കൂടെയാണ് ആ ഒരു ക്രീം ഇറക്കുന്നത്, നിങ്ങളുടെ പേരാണ് അവിടെ ബ്രാൻഡ്. അപ്പൊ അവന്മാരെക്കാൾ മുമ്പ് അകത്ത് പോകുന്നത് നിങ്ങളാണ്. ഇത് കണ്ടപ്പോൾ വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെന്ന് തോന്നി. പഴയ തട്ടിപ്പ് പുതിയ കുപ്പിയിൽ ഷാജിയുടെ പേരിൽ ഇറക്കി വിടുന്നു. ഇവരുടെ അറിവില്ലായ്മയെ ആരൊക്കെയോ ചേർന്ന് മുതലെടുക്കുന്ന പോലെയാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. സോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ തന്നെ ചെയ്തത്. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ. സീരിയസ്ലി നിങ്ങൾ ഇങ്ങനെയുള്ള ക്രീംസ്, ഇപ്പൊ ഷാജി നല്ല ആരുടെ ക്രീംസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും, പ്രത്യേകിച്ച് മുഖം വെളുക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് വെളുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ സാധനം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത് ഈ മാതിരി കടച്ച സാധനം യൂസ് ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, ഉറപ്പാണ്. പക്ഷെ അതോടൊപ്പം കിഡ്നിയും കൂടെ അടിച്ച് പോകുന്നു മാത്രം, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ, കോസ്മെറ്റിക്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പുവരുത്തുക അത് പ്രോപ്പർ ആണ്, അതിനകത്തുള്ള കോണ്ടന്റ് എന്താണ് എന്ന് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവുക. അത് എന്ത് തന്നെയാണെങ്കിലും, ഫേസ് ക്രീം അല്ല, ഫേസിൽ യൂസ് ചെയ്യുന്ന ലോഷൻസ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും. കൂടുതലൊന്നും എനിക്ക് ഇതിനെപ്പറ്റി പറയാനില്ല. എന്താണ് നിങ്ങളുടെ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ശരിയെങ്കിൽ ടാറ്റ, ബൈ ബൈ.